വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ശുചിത്വ സന്ദേശ റാലിയും സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി. സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം പ്രസിഡന്റ് എം.എ. നജീബ് നിർവഹിച്ചു. എടപ്പാൾ സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി കുളങ്ങര ക്ഷേത്രത്തിന് സമീപം അവസാനിച്ചു. സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം പ്രസിഡന്റ് എം.എ. നജീബ് നിർവഹിച്ചു. 2025 മാർച്ച് 30 കേരള സംസ്ഥാനത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി മാർച്ച് 30 4 മണിക്ക് കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുകയാണ്. അതിന് മുന്നോടിയായി കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം കഴിഞ്ഞിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മാലിന്യമുക്തമാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല. പക്ഷേ അതിന് കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ മാർഗങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം. ഞാൻ പറഞ്ഞു 2023 ഏപ്രിൽ 1 തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ തീവ്ര യജ്ഞം 2025 ഏപ്രിൽ 30 അവസാനിക്കുകയാണ്. ഈ 2 വർഷക്കാലം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും നമ്മളെ ബോധവൽക്കരിക്കുന്ന പരിപാടികൾ നടന്നിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹസൈനാർ നെല്ലിശ്ശേരി, അക്ബർ പനച്ചിക്കൽ, പഞ്ചായത്ത് മെമ്പർമാരായ അബ്ദുൾ മജീദ്, ശ്രീജ പാറയ്ക്കൽ, ദിലീപ് അരുവപ്ര, ES സുകുമാരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി സജീവ് കുമാർ, നജ്മത്ത് പി, KC മണിലാൽ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി രാജേഷ് R സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് അയ്യാപ്പിൽ നന്ദിയും പറഞ്ഞു. അസിസ്റ്റന്റ് സെക്രട്ടറി TS രജീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിയ സ്ഥാപനങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, അംഗനവാടികൾ എന്നിവയ്ക്ക് ഹരിത സാക്ഷ്യപത്രങ്ങൾ നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ക്ലബ്ബ് പ്രവർത്തകർ, വ്യാപാരികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ.